നമസ്കാരം. പട്ടികജാതി വികസന വകുപ്പ് പെയിൻറ്റർ ജനറൽ ട്രേഡ് തിയറി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയത് എയർലെസ് സ്പ്രേയിങ്ങിനെ കുറിച്ചാണ്. എന്താണ് എയർലെസ് സ്പ്രേയിങ് എന്നും എയർലെസ് സ്പ്രേയിങ്ങിൻ്റെ ഡെഫിനിഷൻ നിർവചനം എന്താണെന്നും എയർലെസ് സ്പ്രേയിങ് ചെയ്യുന്നതിന് മുമ്പ് ഉള്ള സർഫസ് പ്രിപ്പറേഷനെ കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ക്ലാസ്സിൽ നമ്മളിനി പഠിക്കാനും മനസ്സിലാക്കാനും പോകുന്നത് എയർലെസ് സ്പ്രേയിങ്ങിൻ്റെ ഓപ്പറേറ്റിംഗ് ടെക്നിക്സിനെ കുറിച്ചും അതിനോടൊപ്പം എയർലെസ് സ്പ്രേയിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നേട്ടങ്ങളെക്കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പഠിക്കുന്നത് എയർലെസ് സ്പ്രേയിങ്ങിൻ്റെ ഓപ്പറേറ്റിംഗ് ടെക്നിക്സിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ മുൻ ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതൊരു പ്രോസസ്സാണെങ്കിലും നമ്മളതിൻ്റെ മെത്തേഡായിട്ട് നമ്മൾ പഠിച്ചു വന്നാൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു വർക്കിൽ പെർഫെക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ടച്ച് നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡ് അനുസരിച്ച് തന്നെ നമുക്ക് പഠിക്കാം. ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ വേരിയസ് ടിപ്സാണ് കൊടുത്തേക്കുന്നത്. പലതരം ടിപ്സിൻ്റെ സൈസുകളാണ് കൊടുത്തേക്കുന്നത്. ഫാൻ വിഡ്ത്ത്, ഓർഫൈ സൈസ് ആൻഡ് ടിപ്പ് എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിക്ക് ദ റൈറ്റ് ടിപ്പ്. Choosing the right tip can be as important as having the right pressure gauged on your sprayer. അതായത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടിപ്പ് ഏതാണോ അത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കൂടെ പറയുന്നത് choosing the right tip can be as important as having the right pressure gauged on your sprayer. അതായത് സ്പ്രേയറിൽ നമ്മൾ എടുക്കുന്ന സ്പ്രേയറിൽ ശരിയായ മർദ്ദം കണക്കാക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ശരിയായ ടിപ്പ് തിരഞ്ഞെടുക്കുന്നത്. ലാർജർ ടിപ്സ് ജനറലി റിക്വയർ മോർ പ്രഷർ ബട്ട് ക്യാൻ കവർ മോർ ഗ്രൗണ്ട് എഫക്റ്റീവ്ലി. നാരോവർ ടിപ്സ് ഓൺ ദ അതർ ഹാൻഡ് ആൻഡ് ആർ ബെസ്റ്റ് ഫോർ പ്രസിഷൻ വർക്ക്. അതായത് വലിയ ടിപ്പുകൾ സാധാരണയായി കൂടുതൽ പ്രഷർ ആവശ്യം ആണ്, പക്ഷേ കൂടുതൽ ഏരിയ ഫലപ്രദമായി കവർ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ നാരോവർ ടിപ്സ് അതായത് ഇടുങ്ങിയ ടിപ്പുകൾ കൃത്യമായ ബെസ്റ്റ് പ്രസിഷൻ വർക്ക്, കൃത്യമായ പ്രവർത്തനങ്ങൾക്ക് മികച്ചതാണെന്നുള്ളതുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിത്രത്തിൽ കാണിക്കും പോലെ പെയിൻറ് പ്രിപ്പറേഷനാണ് കാണിക്കുന്നത്. തിൻ ദ പെയിൻറ്. ലാറ്റക്സ് പെയിൻറ് വർക്ക്സ് ഫോർ എയർലെസ് സ്പ്രേയേഴ്സ് ബട്ട് ഇറ്റ് മസ്റ്റ് ഫസ്റ്റ് ബി തിന്നഡ് ഔട്ട് ഇൻ ഓർഡർ ടു ഫ്ലോ ഈസിലി ത്രോട്ട് ദ നോസിൽ. അതായത് പെയിൻറ് നമ്മൾ നേർത്തതാക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പെയിൻറ് നമ്മൾ നേർത്തതാക്കുക. എയർലെസ് സ്പ്രേയറുകൾക്കായും ലാറ്റക്സ് പെയിൻറ്റുകൾ പ്രവർത്തിക്കുന്നു. പക്ഷേ ഇത് നോസിലിലൂടെ എളുപ്പത്തിൽ ഒഴുകുന്നതിനായി ഇത് ആദ്യം നമ്മൾ നേർത്തതാക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആഡ് 1/4 cup of water or chemical thinner for every gallon of paint you were using. Then mix the two together thoroughly. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഗാലൻ പെയിൻറ്റിനും 4/1 കാൽ കപ്പ് വെള്ളമോ കെമിക്കൽ തിന്നറോ ചേർക്കുക. തുടർന്ന് ഇവ നന്നായി യോജിപ്പിക്കുക. വെള്ളമായിട്ട് നമ്മൾ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുക. You may have to experiment with different thickness of paint. Load some into your paint sprayer and check the coverage. If it's not spraying evenly, you may need to add more thinner. അതായത് പെയിൻറ്റിൻ്റെ വ്യത്യസ്ത കനം ഉപയോഗിച്ച് നിങ്ങൾക്ക് പരീക്ഷണം നടത്തേണ്ടി വന്നേക്കാം. കാര്യം നമുക്ക് ഏതാണോ നമുക്ക് വേണ്ടത് തിക്നെസ് അല്ലെങ്കിൽ ആ ഒരു വിസ്കോസിറ്റി നമുക്ക് വേണ്ടത് അത് നമ്മളൊന്ന് എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒരു പരീക്ഷണം നടത്തി നോക്കുക. നിങ്ങളുടെ പെയിൻറ് സ്പ്രേയറിലേക്ക് ലോഡ് ചെയ്ത് കവറേജ് നമ്മൾ നല്ല രീതിയിൽ പരിശോധിക്കുക. ഇത് തുല്യമായി സ്പ്രേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ കനം മോർ പെയിൻറ്റ്സ് അല്ലെങ്കിൽ മോർ തിന്നർ നമ്മൾ എന്ത് ചെയ്യുക ചേർക്കേണ്ടതായിട്ട് ഉണ്ട്. Latex paint is the default paint for airless sprayers. Chemical thinners are available from പെയിൻറ് ആൻഡ് ഹാർഡ്വെയർ സ്റ്റോർസ് ആസ് വെൽ. അതായത്
എയർലെസ് സ്പ്രേയറുകളുടെ ഡിഫോൾട്ട് തനതായ പെയിൻ്റാണ് ലാറ്റക്സ് പെയിൻ്റ് എന്നുള്ളത്. പെയിൻറ് ഹാർഡ്വെയർ സ്റ്റോറുകളിൽ നിന്ന് കെമിക്കൽ തിന്നറുകൾ നമുക്കെന്താണ് ലഭ്യമാണ്. ദിസ് വർക്ക് മോർ എഫക്റ്റീവ്ലി ദാൻ വാട്ടർ ആൻഡ് ഡോൺ വർക്ക് എഗെയിൻസ്റ്റ് ദ പെയിൻറ്റ്സ് ഡിഫോൾട്ട് പ്രോപ്പർട്ടീസ്. ദ ടൈപ്പ് ഓഫ് പെയിൻറ് യു യൂസ് ഫോർ യുവർ പ്രോജക്റ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ സർഫസ്. എന്ന് വെച്ചാൽ ഇവ വെള്ളത്തേക്കാൾ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. മാത്രമല്ല പെയിൻറ്റിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള, അതായത് തനതായിട്ടുള്ള സവിശേഷതകൾക്കെതിരെ പ്രവർത്തിക്കുന്നുമില്ല. അതായത് നമ്മുടെ പ്രോജക്റ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ് ഏതാണോ ആ പ്രോജക്റ്റിൻ്റെ ഉപരിതലത്തെ ആശ്രയിച്ചായിരിക്കും പെയിൻറ്റിൻ്റെ തരം നമ്മൾ കണക്കാക്കുന്നത്. അത് സിമൻറ്റ് സർഫസ് ആണെങ്കിൽ അങ്ങനെ, വുഡ് സർഫസ് ആണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ മെറ്റൽ സർഫസ് ആണെങ്കിൽ അങ്ങനെ. നമ്മൾ നമ്മുടെ പ്രോജക്റ്റ് ഏതാണോ അത് നോക്കിയായിരിക്കും എന്തായിരിക്കും നമ്മൾ ആ പെയിൻറ്റിൻ്റെ തരം നമ്മൾ കണക്കാക്കുന്നു. ഈ ചിത്രത്തിൽ കാണിക്കുന്നത് സ്ട്രെയിൻ യുവർ പെയിൻറ്റ്, അതായത് നിങ്ങളുടെ പെയിൻറ്റ് എന്ത് ചെയ്യുക, അരിക്കുക. നോ മാറ്റർ ഹൗ വെൽ യു മിക്സ് ദ പെയിൻറ്റ് there may still be little clumps of solid paint. It doesn't take much to clog and an airless sprayer nozzle. അതായത് നമ്മൾ പെയിൻറ് അരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ പെയിൻറ് എത്ര നന്നായി നമ്മൾ കലർത്തിയാലും സോളിഡിൻ്റെ ചെറിയ കട്ടകൾ ഇനിയും ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ലിറ്റിൽ ക്ലംസ് ഓഫ് സോളിഡ് പെയിൻറ്, അതായത് സോളിഡ് പെയിൻറ്റിൻ്റെ ചെറിയ കട്ടകൾ അതിലെന്തായിരിക്കും ഉണ്ടായിരിക്കാം. ഇറ്റ് ഡസൻറ്റ് ടേക്ക് മച്ച് ടു ക്ലോഗ് ആൻഡ് എയർലെസ് സ്പ്രെയർ നോസിൽ. അതായത് എയർലെസ് സ്പ്രെയറിൻ്റെ നോസിലിനെ തടസ്സപ്പെടുത്താൻ വളരെയധികം ഈ ഇതൊന്നും ആവശ്യമില്ല, കരടൊന്നും ആവശ്യമില്ല. കുറച്ചാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യും, നമുക്കത് ആ ഒരു നമ്മുടെ വർക്കിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. ടേക്ക് എ സ്ട്രെയിനർ ആൻഡ് സ്ട്രെയിൻ യുവർ പെയിൻറ് ഇൻ ടു അനദർ ബക്കറ്റ്, ക്യാച്ചിങ് ദ സോളിഡ് ബിറ്റ്സ് ആൻഡ് ഡിസ്കാർഡിങ് ദെം. അതായത് നമ്മളൊരു സ്ട്രെയിനർ വെച്ച് നമ്മുടെ പെയിൻറ് മറ്റൊരു ബക്കറ്റിലേക്ക് ഒഴിക്കുക. കാണാവുന്ന സോളിഡ് ബിറ്റുകൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് നമ്മളെടുത്ത് കളയുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ എന്താണ് ആ ഒരു പെയിൻറ് പ്രിപ്പറേഷനിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. സെറ്റപ്പ് ദ സിഫോൺ ഹോസ്. An airless sprayer draws paint from a hose. Attach your siphon hose to the back and place it gently in your paint bucket. അതായത് നമ്മൾ സിഫോൺ ഹോസ് എന്ത് ചെയ്യുക, നമ്മൾ സജ്ജമാക്കുക എന്നുള്ളതാണ് അതിൽ പറയുന്നത്. എയർലെസ് സ്പ്രെയർ ഒരു ഹോസിൽ നിന്ന് പെയിൻറ് വരാനായി കണക്കാക്കുക. എയർലെസ് സ്പ്രെയർ ഹോസിൽ നിന്ന് പെയിൻറ് വരാനായി നമ്മൾ കണക്കാക്കി നിൽക്കുക. അതായത് സിഫോൺ ഹോസ് പിന്നിലേക്ക് അറ്റാച്ച് ചെയ്ത് പെയിൻറ് ബക്കറ്റിൽ മൃദുവായി എന്ത് ചെയ്യുക, നമ്മൾ വയ്ക്കുക. സിഫോൺ ഹോസ് നമ്മൾ എന്ത് ചെയ്യണം, പെയിൻറ് ബക്കറ്റിലേക്ക് നമ്മൾ എന്താണ് മൃദുവായി വയ്ക്കുക. ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ടു ഡു ദിസ് പ്രയർ ടു പ്രൈമിംഗ്. ദാറ്റ് വേ യു വിൽ ബി ഏബിൾ ടു ടെൽ പ്രൈമിംഗ് ഈസ് ഡൺ ബിക്കോസ് പെയിൻറ് വിൽ സ്റ്റാർട്ട് കമ്മിങ് ത്രൂട്ട് ദ നോസിൽ. അതായത് പ്രൈമിങ്ങിന് മുമ്പ് ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുവഴി പ്രൈമിംഗ് പൂർത്തിയായതായി നിങ്ങൾക്ക് പറയാൻ കഴിയും. കാരണം അതിൽ നിന്ന് എന്ത് ചെയ്യും, പെയിൻറ് നോസിലൂടെ വരുന്നത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പെയിൻറ്റിങ് വിത്ത് ആൻ എയർലെസ് സ്പ്രെയർ. അതായത് എയർലെസ് സ്പ്രെയർ ഉപയോഗിച്ച് പെയിൻറ്റിങ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പ്രിപ്പയർ ദ സർഫസ് ഫോർ പെയിൻറ്റിങ്. As with all paint surfaces, painting something with an airless sprayer should involve some prep work in the surrounding area. അതായത് പെയിൻറ്റിങ്ങിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സർഫസ് തയ്യാറാക്കി എടുക്കുക. എല്ലാ പെയിൻറ് നമ്മൾ എന്താണ് ഉപരിതലങ്ങളും ചെയ്യുന്നത് പോലെ, പെയിൻറ് ഉപരിതലങ്ങളും ചെയ്യുന്നത് പോലെ എയർലെസ് സ്പ്രെയർ ഉപയോഗിച്ച് ഏതെങ്കിലും പെയിൻറ് ചെയ്യുന്നതിന് ചുറ്റുമുള്ള സ്ഥലത്ത് ചില പ്രിപ്പറേഷൻ വർക്ക് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. ഇഫ് ദെയർ ആർ പാർട്ട് ഓഫ് ദ സർഫസ് യു ഡു നോട്ട് വാണ്ട് ടു ഹാവ് പെയിൻറ്റഡ്, കവർ ദം വിത്ത് മാസ്കിംഗ് ടേപ്പ്. ലേ
ടാപ്പ് ഡൗൺ ഓൺ ദ ഗ്രൗണ്ട് ടു അക്കൗണ്ട് ഫോർ എനി ഡ്രിപ്സ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, പെയിൻറ് ചെയ്യാൻ ഉദ്ദേശിക്കാത്ത ഉപരിതലത്തിൻ്റെ ഒരു ഭാഗമുണ്ടെങ്കിൽ അവ എന്ത് ചെയ്യുക, മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് കവർ ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും പെയിൻറ് ഡ്രോപ്സ് നിലത്ത് വീഴാതിരിക്കാനായിട്ട് ടാർപ്പ് ആ ടാർപ്പ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഏരിയ അങ്ങ് മൂടുക. വൈൽ എയർലെസ് സ്പ്രേയേഴ്സ് ഹാവ് എ ലോട്ട് ഓഫ് പോസിറ്റീവ് ടു ദെം, ഓൺ ഡ്രോബാക്ക് ഈസ് ഹൗ മച്ച് ദ പെയിൻറ് ക്യാൻ ഗെറ്റ് എവരിവെയർ. അതായത് എയർലെസ് സ്പ്രേയറുകൾക്ക് ധാരാളം പോസിറ്റീവുകൾ ഉണ്ടെങ്കിലും എല്ലായിടത്തും പെയിൻറ് എത്രമാത്രം ലഭിക്കുന്നു എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. ഒരുപാട് പോസിറ്റീവ് ഉണ്ടെങ്കിലും നമുക്കറിയാം അത് എല്ലാ സ്ഥലത്തും ഏരിയയിലും എത്രത്തോളം കവറിങ് ആവും എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. ഇഫ് യു ആർ പെയിൻറ്റിങ് ഔട്ട്സൈഡ്, വിൻഡ് ക്യാൻ പിക്കപ്പ് യുവർ പെയിൻറ് ആൻഡ് ക്യാരി ഇറ്റ് ടു അതർ നിയർ ബി വാൾസ് ആൻഡ് സർഫസസ്. ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ടു കീപ്പ് അതർ സർഫസസ് കവേർഡ് വിത്ത് ടാർപ്സ് ടു മേക്ക് ഷുവർ ദിസ് ഡസൻറ്റ് ഹാപ്പൻ. അതായത് എന്തുകൊണ്ട് നമ്മൾ പുറത്ത് പെയിൻറ് ചെയ്യുകയാണെങ്കിൽ അതായത് വിൻഡ് മീൻസ് കാറ്റിന് നിങ്ങളുടെ പെയിൻ്റ് എടുത്ത് അടുത്തുള്ള മതിലിലേക്ക് ഉപരിതലത്തിലേക്കും കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എക്സാമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് രാവിലെ നമ്മൾ ചെടികൾക്ക് വെള്ളം നമ്മൾ സ്പ്രേയർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യണമെന്ന് വെച്ചു, പെട്ടെന്നൊരു കാറ്റിൻ്റെ ഒരു ദിശ എങ്ങോട്ടാണ് ആ രീതിയിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ പോക്ക് അങ്ങോട്ട് ചിലപ്പോൾ മാറിയാലായി ഇല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ പെയിൻറ് ചെയ്യുമ്പോഴും എന്താണ് വിൻഡ് ആ കാറ്റടിക്കുന്ന ദിശ അനുസരിച്ച് നമുക്ക് എന്താണ് സർഫസിന് ചിലപ്പോൾ അത് ദിശ ചിലപ്പോൾ മാറ്റി കൊടുത്താലായി. അതുകൊണ്ട് തന്നെ ഇത് സംഭവിക്കില്ലെന്ന് ഉറപ്പാക്കുന്നതിന് മറ്റു ഉപരിതലങ്ങൾ ടാർപ്പുകൾ ഉപയോഗിച്ച് മൂടുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെ ആണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഹോൾഡ് ദ സ്പ്രേയേഴ്സ് ട്രിഗർ ടു സ്പ്രേ. എയർലെസ് സ്പ്രേയേഴ്സ് ആർ യൂസ്ഡ് ലൈക്ക് എനി ട്രഡീഷണൽ ഗൺ. അതായത് നമ്മൾ സ്പ്രേ ചെയ്യുന്നതിന് സ്പ്രേയറിൻ്റെ ട്രിഗർ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ പിടിക്കുക. ഏതെങ്കിലും പരമ്പരാഗതമായിട്ടുള്ള ഗണ്ണ് പോലെ എയർലെസ് സ്പ്രേയറുകൾ എന്താണ് പരമ്പരാഗതമായിട്ടുള്ള ഗണ്ണ് പോലെ തന്നെയാണ് എയർലെസ് സ്പ്രേയർ ഗണ്ണും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇഫ് ദിസ് വിൽ ബി യുവർ ഫസ്റ്റ് ടൈം യൂസിങ് എ പെയിൻറ് സ്പ്രേയർ, യു ഷുഡ് പ്രാക്ടീസ് ഓൺ എ ത്രowaway സർഫസ് ഫസ്റ്റ്. If you want to get some practice, you can do a practice spray with a water. അതായത് എന്ത് ചെയ്യുക, നമ്മൾ പെയിൻറ് സ്പ്രേയർ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളുടെ മറ്റൊരു പ്രതലത്തിൽ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, പരിശീലിച്ചിരിക്കണം. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് ആണ് എന്താണ് സ്പ്രേയർ ഉപയോഗിച്ചുള്ള ഒരു പരിശീലനം നമുക്ക് ആവശ്യം ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, യു ക്യാൻ ഡു എ പ്രാക്ടീസ് സ്പ്രേ വിത്ത് എ വാട്ടർ. നമുക്ക് വെള്ളത്തിൽ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. അത് നമുക്കൊരു ടെസ്റ്റ് ഡോസ് പോലെ നമുക്കൊന്നൊരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അഡ്ജസ്റ്റ് ദ പ്രഷർ ഇഫ് യു നീഡ് ടു. അതായത് ആവശ്യമായിട്ടുള്ള പ്രഷർ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു എക്യുപ്മെൻറ്റിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇഫ് ദ പെയിൻറ് ഈസ് ഇൻ സ്പ്രേയിങ് ഈവൻലി ആൻഡ് തിക്ലി ഇറ്റ്സ് എ ഗുഡ് സൈൻ യു നീഡ് ടു ഇൻക്രീസ് ദ പ്രഷർ. അതായത് പെയിൻറ് തുല്യമായും കട്ടിയുമായി അപ്ലൈ ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ പ്രഷർ വർദ്ധിപ്പിക്കേണ്ടത് ഒരു നല്ലൊരു പോയിൻ്റാണ്. ദെയർ ഷുഡ് ബി എ ഡയൽ ഓൺ യുവർ എയർലെസ് സ്പ്രേയർ ടു control this with. However, as a general rule, you will want to keep the pressure as low as possible without resulting in a weaker paint job. Unnecessarily high pressure wears out the sprayer fast. അതായത് നമ്മൾ സ്പ്രേയർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ എയർലെസ് സ്പ്രേയറിൽ ഒരു ഡയൽ ഉണ്ടായിരിക്കണം. എന്നിരുന്നാലും ഒരു പൊതു നിയമം പോലെ വേഗത വേണ്ടാത്ത പെയിൻറ് ജോലിയുടെ ഫലമായി പ്രഷർ കഴിയുന്നത്ര എന്ത് ചെയ്യുക, താഴ്ന്ന നിലയിൽ നിർത്താനേ പലരും അല്ലെങ്കിൽ ആ ഒരു റൂൾ അനുസരിച്ച് ചെയ്യാറുള്ളൂ. അനാവശ്യമായിട്ടുള്ള ഉയർന്ന മർദ്ദം സ്പ്രേയറിനെ വേഗത്തിൽ പ്രായോഗികമാക്കുന്നതേ ഉള്ളൂ എന്നുള്ളതല്ലാതെ ഫലത്തിൽ വേറൊന്നും പ്രകടമാവുന്നില്ല എന്നുള്ളതാണ് ഇതിനായിട്ട് പറയുന്നത്.
ഈ ചിത്രം കാണിക്കുന്നത് മെയിൻറ്റെയിൻ എ സ്റ്റഡി ഡിസ്റ്റൻസ് വൈൽ യുവർ സ്പ്രേ. അതായത് നമ്മളുടെ സ്പ്രേ ചെയ്യുമ്പോൾ ഒരു സ്ഥിരമായ ദൂരം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നിലനിർത്തുക. യു ഷുഡ് കീപ്പ് യുവർ സ്പ്രേയർ ബിറ്റ്വീൻ 10 to 12 inches away from the surface you are painting. അതായത് നമ്മുടെ പെയിൻറ്റിങ് ഉപരിതലത്തിൽ നിന്ന് 10 മുതൽ 12 ഇഞ്ച് അകലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്പ്രേയർ നമ്മൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. ദിസ് വിൽ മേക്ക് ഇറ്റ് ക്ലോസ് ഇനഫ് ടു അപ്ലൈ എഫക്റ്റീവ്ലി ബട്ട് ഫോർ ഇനഫ് എവേ ടു കവർ എ ഗുഡ് റേഞ്ച് ഓഫ് സർഫേസ്. ഇത് നിങ്ങളുടെ എന്താണ് മീൻസ് ആ ഒരു വർക്കിൻ്റെ ഫലപ്രദമായി പ്രയോഗിക്കാൻ പര്യാപ്തമാക്കും. അതുകൊണ്ട് തന്നെ നല്ല പരിധി ഉൾക്കൊള്ളാനും പര്യാപ്തമാക്കും എന്നുള്ളതിലുപരി നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു വർക്കിൻ്റെ ഫിനിഷിങ്ങും ആ ഒരു എന്താണ് മാക്സിമം ക്വാളിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ ചിത്രം ശ്രദ്ധിക്കുക. കീപ്പ് യുവർ എയിം മൂവിങ്. ഇഫ് യു ഹോൾഡ് ഡൗൺ ദ ട്രിഗർ ഇൻ വൺ പ്ലേസ് ഫോർ ടു ലോങ് യു വിൽ റൺ ദ റിസ്ക് ഓഫ് ഓവർ സ്പ്രേ ആൻഡ് ഡ്രിപ്പിംഗ്. ടു അവോയ്ഡ് ദിസ് ഇഷ്യൂ മേക്ക് ഷുവർ യുവർ ഹാൻഡ് ഈസ് ഓൾവേസ് മൂവിങ് ഓവർ ദ സർഫസ് യു ആർ പെയിൻറ്റിങ്. അതായത് നമ്മുടെ വർക്കിനനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ട്രിഗർ മൂവ് ചെയ്യുക. നമ്മൾ ട്രിഗർ ഒരേ സമയത്ത് എന്താണ് ഒരേ ഇടത്ത് കൂടുതൽ നേരം നമ്മൾ അമർത്തി പിടിക്കുകയാണെങ്കിൽ ഓവർ സ്പ്രേ, ഡ്രിപ്പ് എന്നിവയുടെ എന്താണ് വർക്ക് ലോസ് എന്ത് ചെയ്യുക, നമ്മുടെ വർക്കിലേക്ക് വരാം. അതുപോലെ തന്നെ മേക്ക് ഷുവർ ദാറ്റ് ദ സ്പീഡ് യു ആർ മൂവിങ് അറ്റ് ദ റിലേറ്റീവ്ലി കൺസിസ്റ്റൻറ്റ്. യു വാണ്ട് ടു മേക്ക് ഷുവർ യുവർ പെയിൻറ്റ് ജോബ് ലുക്സ് ഈവൻ ത്രോട്ട്. അതായത് നമ്മൾ സഞ്ചരിക്കുന്ന വേഗത താരതമ്യേന സ്ഥിരതയുള്ളതാണെന്നുള്ളതും ഉറപ്പാക്കുക. കാര്യം നമ്മൾ ഒരേ രീതിയിൽ പോയിട്ട് പെട്ടെന്ന് അതിൻ്റെ സ്പീഡിന് വേരിയേഷൻ വന്നു കഴിഞ്ഞാലും ഓവർ സ്പ്രേയിങ്ങും അല്ലെങ്കിൽ പെയിൻറ്റ് കിട്ടാത്തുള്ള സർഫസ് കവറിങ് ആവാത്തുള്ള പെയിൻറ്റ് ലോസും നമ്മുടെ വർക്കിൽ വന്നെന്നിരിക്കാം. ഇഫ് ദ പെയിൻറ്റ് ഡസൻ ലുക്ക് ലൈക്ക് ഇറ്റ്സ് ബീയിങ് അപ്ലൈഡ് ഈവൻലി യു ഷുഡ് സ്ലോ ഡൗൺ യുവർ മൂവ്മെൻറ്റ്സ്. അതായത് പെയിൻറ്റിൻ്റെ പ്രയോഗത്തിൽ ഫലപ്രാപ്തി എല്ലായിടത്തും ഉണ്ടെന്ന് ഉറപ്പാക്കാൻ അത് ഉറപ്പാക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ചലനങ്ങൾ എന്ത് ചെയ്യുക, മന്ദഗതിയിൽ കുറച്ചും കൂടെ സ്പീഡ് കുറച്ച് ആക്കുക എന്നുള്ളതാണ് അത് പറയുന്നത്. ഈ ചിത്രം ശ്രദ്ധിക്കുക. റിലീസ് ദ ട്രിഗർ ടു സ്റ്റോപ്പ് പെയിൻറ്റിങ് വെൻ യു ആർ ഡൺ എ സെർട്ടൈൻ റൗണ്ട് ഓഫ് പെയിൻറ്റിങ്. സിംപ്ലിഫൈ റിലീസ് ദ ട്രിഗർ ടു സ്റ്റോപ്പ് പെയിൻറ്റിങ്. അതായത് പെയിൻറ്റിങ് നിർത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ട്രിഗർ വിടുക. ട്രിഗർ നിൽക്കുന്ന സമയത്ത് പെയിൻറ്റ് അവിടെ സ്റ്റോപ്പാവും. ഒരു നിശ്ചിത പെയിൻറ്റിങ് പൂർത്തിയാക്കുമ്പോൾ പെയിൻറ്റിങ് നിർത്താനായിട്ട് സാധാരണ എന്താണ് നമ്മൾ ട്രിഗർ വിടുകയാണ് ചെയ്യുന്നത്. യു ഷുഡ് അക്കൗണ്ട് ഫോർ ദ സ്പ്ലിറ്റ് സെക്കൻഡ് ബിറ്റ്വീൻ ദ ടൈം യു റിലീസ് ദ ട്രിഗർ ആൻഡ് ദ പോയിന്റ് പെയിൻറ്റ് വിൽ സ്റ്റോപ്പ് ബീയിങ് അപ്ലൈഡ് അറ്റ്. അതായത് നമ്മൾ ട്രിഗർ വിടുന്ന സമയത്ത് വിടുന്ന സമയവും പോയിന്റ് പെയിൻറ്റ് പ്രയോഗിക്കുന്നുള്ള സമയവും നമ്മൾ എന്ത് ചെയ്യുക, വിഭജനം നമ്മൾ കണക്കാക്കുക. കാര്യം നമ്മളൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് അത് ആ സമയത്ത് അപ്ലൈ ചെയ്ത് നമ്മൾ ട്രിഗർ വിടുമ്പോഴുള്ള ആ ഒരു സമയവും അതിൽ നിന്ന് സ്പ്രേയർ നിന്നുകൊണ്ട് പോയി പെട്ടെന്ന് നിൽക്കുന്ന സമയവും നമ്മൾ കണക്കാക്കി നമ്മൾ അവിടെ നിന്ന് മാറ്റില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ എന്ത് ചെയ്യുക, ഓവർ സ്പ്രേയിങ് പോലുള്ളതോ അല്ലെങ്കിൽ ചിലപ്പോൾ ഓവർ സ്പ്രേയിങ്ങോ അല്ലെങ്കിൽ പെയിൻ്റ് അവിടെ സർഫസിൽ കിട്ടാത്ത രീതിയിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ വീണ്ടും വന്നെന്നിരിക്കാം. ക്യാരിങ് ഫോർ യുവർ എയർലെസ് സ്പ്രേയർ. അതായത് നമ്മുടെ എയർലെസ് സ്പ്രേയിങ്ങിനെ ജോബ് കംപ്ലീറ്റ് ആയതിനു ശേഷം പരിപാലിക്കുകയാണ് അടുത്ത മെത്തേഡ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ചിത്രം ശ്രദ്ധിക്കുക. ക്ലീൻ ദ സ്പ്രേയർ ആഫ്റ്റർ ഈച്ച് യൂസ്. ദ പെയിൻറ്റ് ഇൻ എ സ്പ്രേയർ വിൽ ഹാർഡൻ if it's not dealt with promptly. It's a good idea to clean out your sprayer after your use. അതായത് ഓരോ ഉപയോഗത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്പ്രേയർ വൃത്തിയാക്കുക. നമ്മൾ മുമ്പ് ചെയ്ത പോലെ അല്ലെങ്കിൽ പഠിച്ച പോലെ ഓരോ ജോബ് കഴിയുമ്പോഴും എക്യുപ്മെൻറ്റ് വൃത്തിയാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെയ്യുന്ന സ്പ്രേയറിലെ പെയിൻറ്റ് ഉടനടി തന്നെ നമ്മൾ നീക്കം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിരുന്ന് എന്ത് ചെയ്യും, കഠിനമാകും, ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്.
Remove the nozzle from the sprayer and clear the paint out of the nozzle with a damp paper towel. Dry out the nozzle afterwards to make sure the moisture doesn't affect the next load of spray paint. അതായത് സ്പ്രേയറിൽ നിന്ന് നോസിൽ നീക്കം ചെയ്യുക. അത് എന്നിട്ട് നനഞ്ഞ പേപ്പർ ടവൽ ഉപയോഗിച്ച് നോസിൽ നിന്ന് പെയിൻറ്റ് തുടച്ച് മാറ്റുക. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഈർപ്പം അടുത്ത ലോഡ് പെയിൻറ്റിനെ ചിലപ്പോൾ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം. അത് ഉറപ്പുവരുത്താനായിട്ട് ഉറപ്പായിട്ട് നമ്മൾ ചെയ്യണം. അതിനുശേഷം നോസിൽ ഡ്രൈ ആവാനും കൂടി നമ്മൾ അനുവദിക്കുക. ഡോണ്ട് ലീവ് ദ സ്പ്രേയർ ഐഡിൽ ഫോർ മോർ ദാൻ 20 minutes. ഇഫ് യു ഡു the paint will begin to harden. 20 മിനിറ്റിലധികം സ്പ്രേയർ എന്ത് ചെയ്യണം, നിഷ്ക്രിയമായി നമ്മൾ ഉപേക്ഷിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേ ചെയ്തിട്ട് 20 മിനിറ്റ് വരെ ഇത് വെച്ചേക്കരുത്. അതിനകം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നീക്കം ചെയ്യണം. ഒരു പക്ഷേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെയിൻ്റ് ഇരുന്ന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കട്ടിയായി പോയി നമ്മുടെ ആ ഒരു സ്പ്രേയർ തന്നെ നശിച്ചു പോകാനായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറബിലിറ്റിക്ക് തന്നെ അത് മോശമായി തന്നെ ബാധിച്ചേക്കാം. ഈ ചിത്രം ശ്രദ്ധിക്കുക. റീപ്ലേസ് ഫിൽറ്റേഴ്സ് വെൻ നെസസറി. എ ഫിൽറ്റർ ഈസ് മാസ്ക് അറ്റ് ദ ഫ്രണ്ട് ഓഫ് യുവർ സ്പ്രേയേഴ്സ് ഇൻടേക്ക്. ഇഫ് ഇറ്റ്സ് പങ്ക്ചർഡ് ഓർ ലീസ്റ്റ് 20% ക്ലോഗ്ഡ്, യുവർ ഫിൽറ്റർ ഈസ് എ ഗുഡ് കാൻഡിഡേറ്റ് ഫോർ റീപ്ലേസ്മെൻറ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ആവശ്യമുള്ളപ്പോൾ നമ്മുടെ ഫിൽറ്ററുകൾ നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി സ്ഥാപിക്കുക. അതുപോലെ തന്നെ സ്പ്രേയറിൻ്റെ ലൈഫ് നിലനിർത്തുന്ന മുൻവശത്തുള്ള മാസ്കാണ് ഫിൽറ്റർ. നമ്മുടെ ആ ഒരു സ്പ്രേയറിൻ്റെ ആ ഒരു ലൈഫ് നിലനിർത്തുന്ന മീൻസ് അതിന് ഡ്യൂറബിലിറ്റി കൂട്ടുന്ന മുൻവശത്തുള്ള ഒരു മാസ്കാണ് ഫിൽറ്റർ. ഇത് പഞ്ചറാണെങ്കിലോ കുറഞ്ഞത് 20% അടഞ്ഞിരിക്കുകയാണെങ്കിലോ ഫിൽറ്റർ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള ഒരു നല്ലൊരു സമയം കൂടിയാണ് നമ്മൾ ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ളത്. Many airless sprayers come with a couple of replacement filters, but you can purchase them fairly inexpensively wherever you go to the sprayer from. അതായത് പല എയർലെസ് സ്പ്രേയറുകളും മാറ്റി സ്ഥാപിക്കാൻ പറ്റുന്ന ഫിൽറ്ററുകളുമായിട്ടാണ് ഇപ്പോൾ രംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വെച്ചാണെങ്കിൽ പോലും നമ്മൾക്ക് എന്ത് ചെയ്യാം, ഫിൽറ്റർ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് മാറ്റി സ്ഥാപിക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ് ഇപ്പോഴുള്ളത്. ഈ ചിത്രം ശ്രദ്ധിക്കുക. കീപ്പ് സേഫ്റ്റി ഇൻ മൈൻഡ്. എയർലെസ് പെയിൻറ്റ് സ്പ്രേയേഴ്സ് ഓപ്പറേറ്റ് അറ്റ് വെരി ഹൈ പ്രഷർ ആൻഡ് ക്യാൻ വെരി ഈസിലി കേസ് ഇഞ്ചുറീസ് ഇഫ് യു സ്പ്രേ ഡയറക്റ്റ്ലി ഓൺ ടു യുവർ സ്കിൻ. അതായത് നമ്മളെപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സുരക്ഷ നമ്മൾ മനസ്സിൽ കാണുക. എയർലെസ് പെയിൻറ്റ് സ്പ്രേയറുകൾ വളരെ ഉയർന്ന മർദ്ദത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ചർമ്മത്തിൽ നേരിട്ട് കൊള്ളുകയാണെങ്കിൽ പരിക്കുകൾക്ക് കാരണമാവുന്നുള്ളത് ഒരു ഡൗട്ടും വേണ്ട. ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യുക, പരിക്ക് പറ്റിരിക്കുക. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, PPE കിറ്റും അതുപോലെ തന്നെ വരുന്ന ആ ഒരു സുരക്ഷാ കവചങ്ങളുമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്യുക. ഇനി നമ്മൾ പഠിക്കുന്നത് എയർലെസ് സ്പ്രേയിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, നേട്ടങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ പഠിച്ചു വന്ന കൂട്ടത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിനൊരുപാട് നേട്ടങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അങ്ങനെയാണ് എയർലെസ് സ്പ്രേയിങ് ഇൻക്രീസസ് സ്പീഡ്. എയർലെസ് സ്പ്രേയിങ് ഈസ് ഫാസ്റ്റർ, സോ മോർ ജോബ്സ് ക്യാൻ ബി കംപ്ലീറ്റഡ് ഇൻ ലെസ് ടൈം യൂസിങ് ലെസ് ലേബർ, പ്ലസ് ഇറ്റ്സ് ഗ്രേറ്റ് ഫോർ ജോബ്സ് വിത്ത് എ ഷോർട്ട് വെതർ വിൻഡോ. അതായത് എയർലെസ് സ്പ്രേ നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രോജക്റ്റിൻ്റെ തന്നെ എന്ത് ചെയ്യുന്നു, വേഗത വർദ്ധിപ്പിക്കുന്നു. കാരണം എയർലെസ് സ്പ്രേ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗതയേറിയതാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ ജോലികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. കൂടാതെ അതായത് ഒരു ഷോർട്ട് വെതർ വിൻഡോ, ഒരു ഹ്രസ്വകാല കാലാവസ്ഥ വിൻഡോ ഉള്ള ജോലികൾക്കൊക്കെ ഇതെന്ത് ചെയ്യുന്നു, മികച്ചൊരു ചോയ്സ് തന്നെ ആണ്. എയർലെസ് സ്പ്രേയിങ് ഇംപ്രൂവേഴ്സ് ഓവറോൾ ഫിനിഷ് ക്വാളിറ്റി. എയർലെസ് സ്പ്രേയേഴ്സ് പ്രൊഡ്യൂസ് ആൻ ഈവൻ കോട്ട് ഓഫ് പെയിന്റ് referred as the
mild build on all types of surfaces, leaving a high quality finish. അതായത് എയർലെസ് സ്പ്രേ ചെയ്യുന്നത് തന്നെ മൊത്തത്തിലുള്ള ഫിനിഷിംഗ് ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു. എയർലെസ് സ്പ്രേയറുകൾ എല്ലാ തരം ഉപരിതലങ്ങളിലും ഒരു ഡബിൾ കോട്ട് പെയിന്റ് സൃഷ്ടിക്കുന്നു. അതായത് ഒരു മിൽ ബിൽഡ് എന്നും വിളിക്കപ്പെടുന്നു. ഇത് ഉയർന്ന നിലവാരമുള്ള ഫിനിഷിംഗ് നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എയർലെസ് സ്പ്രേയിങ് ഈസ് ഓൾസോ വെരി വേഴ്സലൈറ്റ്. എയർലെസ് സ്പ്രേയേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ wide range of coatings for both interior and exterior jobs and can easily be transported around job sites. അതായത് എയർലെസ് സ്പ്രേ ചെയ്യുന്നതും വളരെ വൈവിധ്യപൂർണ്ണമാണ്. എയർലെസ് സ്പ്രേ എന്ന് ചെയ്യുന്നത് തന്നെ നമുക്ക് വൈവിധ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതലും എയർലെസ് സ്പ്രേ ചൂസ് ചെയ്യുന്നത്. ഇത് ഇന്റീരിയർ എക്സ്റ്റീരിയർ ജോലികൾക്കായി എയർലെസ് സ്പ്രേയറുടെ വൈവിധ്യമാർന്ന കോട്ടിങ്ങിനായിട്ടും പലരും ഉപയോഗിച്ചു വരുന്നു. കൂടാതെ തൊഴിൽ സൈറ്റുകൾക്ക് ചുറ്റും എളുപ്പത്തിൽ കൊണ്ടുപോകാനും വരാനായിട്ടും നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം. ഇത് നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞതാണ്. നമുക്കിങ്ങനെ പാക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഏറ്റവും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പാക്ക് ചെയ്യാനും കൊണ്ടുപോകാൻ പറ്റുന്നതായതുകൊണ്ട് ഇതിൻ്റെ സവിശേഷതകൾക്ക് പരിധിയില്ല. ഒരുപാട് സവിശേഷതകൾക്കുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് എയർലെസ് സ്പ്രേയിങ് എന്നുള്ളത്. നമ്മൾ എയർലെസ് സ്പ്രേയിങ്ങിനെ കുറിച്ച് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിൻ്റെ പ്രവർത്തനവും അതിനോടനുബന്ധമുള്ള സവിശേഷതകളും അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചു. നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നതും. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ട് മനസ്സിലായ കാര്യങ്ങളെല്ലാം കൂടി ഒരു അസൈൻമെൻ്റായിട്ട് എഴുതി തയ്യാറാക്കുക. അതിനോടൊപ്പം ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്. അതിന് നിങ്ങൾ എല്ലാവരും ഉത്തരം തരാനായിട്ട് വില്ലിങ് ആവുക. എനിവേ പുതിയൊരു പോർഷൻ, ഇമ്പോർട്ടൻ്റ് ഉള്ള പോർഷനുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.